സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ +2 മാർക്കിൻ്റെ വേരിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 4/6/2025 വരെ 6 മണി വരെ സമയം തന്നിട്ടുണ്ടായിരുന്നു +2 മാർക്ക് കൃത്യമായി ആഡ് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് പേര് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുത്തി. അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ചാൻസ് കിട്ടുകയാണ്. അത് 10/6/2025 6 മണി വരെ, അതായത് ട്യൂസ്ഡേ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ +2 മാർക്ക് വെരിഫൈ ചെയ്യാൻ. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോവുക. അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് കയറുക. അവിടെ +2 മാർക്ക് വെരിഫിക്കേഷൻ എന്ന മെനുവിലുണ്ടാവും. അപ്പോൾ അവിടെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ +2 മാർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇയറിലെ മാർക്ക്, +2ൻ്റെ മാർക്ക്, ഒരുപാട് പേര് +1 ആണ് ഇപ്പോഴും ചോദിക്കുന്നത് +2ൻ്റെ മാർക്ക്. ഓക്കെ, +2ൻ്റെ മാർക്ക് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം മാർക്ക്, അതേപോലെ തന്നെ ഇയർ ഓഫ് പാസിങ്. ഈ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും തെറ്റിപ്പോകും. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് വെച്ച് വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ. എനിക്കറിയാം എത്ര മാർക്കാണ്, 1-2 മാർക്ക് മാറുന്നത് റാങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നമാവും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഫുള്ള് കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയ ഒരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. അതിനുശേഷം തിരിച്ചു വരാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എക്സ്പെക്റ്റഡ് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി അടിക്കാം. നിങ്ങൾക്കൊരു കോളേജ് കിട്ടും, കുറച്ച് കോളേജസ് കിട്ടും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ കിട്ടുന്നത് മനസ്സിലാവും. ഒരു കാര്യം കൊണ്ട് പറയാം, ഇതൊരു 80-90% അക്യുറസി ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ബോട്ട് യൂസ് ചെയ്യാം. ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഈ വാട്സപ്പ് ബോട്ടിലുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ തന്നെ നോക്കാം. സോ ഇനിയുള്ള ഭാഗങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ, ഇഫ് ദ ഡീറ്റെയിൽസ് ആർ കറക്റ്റ്, നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡാറ്റ ഓൾറെഡി അവിടെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനലി എന്ത് ചെയ്യണം? വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ വെബ്സൈറ്റിലുള്ളത് ഒരു പ്രശ്നവുമില്ല, അത് അതുപോലെ തന്നെയാണ്. ജസ്റ്റ് നോ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ബട്ടൺ കറക്റ്റ് ചെയ്യുക. പക്ഷേ വെബ് പേജിൽ, അതായത് നിങ്ങളുടെ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ +2 മാർക്ക് കാണിക്കുന്നതിൽ എന്തെങ്കിലും 1 മാർക്കോ 2 മാർക്കോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നൊരു ബട്ടൺ അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച്, ഈ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായ ഡാറ്റ എൻ്റർ ചെയ്യുക. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളുടെ മാർക്കിന് ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ നോ ചേഞ്ച് ബട്ടൺ അടിക്കുക, വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ചേഞ്ച് എന്തുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് ബട്ടനോട് ക്ലിക്ക് ചെയ്യുക. ഈ ചേഞ്ച് ചെയ്യുന്ന കുട്ടികൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനുള്ള വെരിഫൈഡ് ഡാറ്റ എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളിപ്പം മാർക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ മാർക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ PDF പോലെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1-2 PDF ഉണ്ടെന്നായിരിക്കാം. ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ഉണ്ടാവും, ഒറിജിനൽ +2 മാർക്ക് ഉണ്ടാവും. രണ്ടും കൂടിയും ഒരു PDF ആക്കി അപ്ലോഡ് ചെയ്യുക, അല്ലാണ്ട് വേറെ PDF ആക്കാണ്ട് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. 2 പേജ് ഉണ്ടാവുന്നല്ലോ. അപ്പോൾ ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്, എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 10/6/2025 6 മണി മുതൽ ചെയ്ത് തീർക്കുക ട്യൂസ്ഡേ. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് കിട്ടുകയില്ല. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം മാർക്ക് വെരിഫൈ ചെയ്യാത്ത കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ശ്രദ്ധിക്കുക, മോർ ദാൻ 1 ഡോക്യുമെൻറ്റ്, അതായത് 1-2-3 ഡോക്യുമെൻ്റ് ഉള്ളവർ എന്ത് ചെയ്യുക? ഒരു PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ അടിച്ച ഇയർ ഓഫ് എക്സാമിനേഷനോ അതല്ലെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം മാർക്കോ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ കീം 2025 കംപ്ലീറ്റ് ആയിട്ട് പുറത്താക്കും. പിന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആ വർഷം അഡ്മിഷൻ ഉണ്ടാവില്ല. ഇഫ് യു ഹാവ് 100 റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മികച്ച റാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാര്യങ്ങൾ അടിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സീനെ ഡയറക്റ്റ് വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോയിൻ മൈ ടെലിഗ്രാം ഗ്രൂപ്പ്, ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. സോ താങ്ക് യു.